രാജ്യവ്യാപകമായി നാളെ പൊതുപണിമുടക്കിന് രാജ്യത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രി 12 മണി വരെയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രധാന ആവശ്യം. രാജ്യമാകെ പണിമുടക്ക് നടക്കുന്നുണ്ടെങ്കിലും അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നതിനാൽ കേരളത്തിൽ ബന്ദിന്റെ പ്രതീതിയാകും പണിമുടക്കിനുണ്ടാകുക. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര കാര്യമായി പണിമുടക്ക് ബാധിക്കുമോ എന്ന കാര്യം ഉറപ്പുമില്ല. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും കടകമ്പോളങ്ങളും കോളേജുകളും പണിമുടക്കിൽ അടഞ്ഞുകിടക്കുമെന്ന് കേരളത്തിലെ സംയുക്ത തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ 10 പ്രധാന ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ആകെ 30 കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ കണക്ക്. BJP അനുകൂല തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തെ പണിമുടക്ക് എങ്ങനെ ബാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാൽ, പത്രം, ആശുപത്രി, മെഡിക്കൽ ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴികെ മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ ഇപ്രാവശ്യം പണിമുടക്കുമെന്നാണ് സമരസമിതി പറയുന്നത്. കേരളത്തിൽ ഏതൊക്കെ മേഖലകൾ സ്തംഭിക്കുമെന്ന് നോക്കാം. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖം, വ്യോമയാന രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ, ബസ്, കാർ, ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ, ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യവിപണനം, വിതരണ രംഗം, വഴിയോര കച്ചവട തൊഴിലാളികൾ, പ്രസ് ജീവനക്കാർ, സ്കീം വർക്കർമാർ, നിർമ്മാണം, കയറ്റിറക്ക്, ഗിഗ് പ്ലാറ്റ്ഫോം എന്നിവയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. IT, ചെറുകിട വ്യവസായം, സ്വകാര്യ മേഖല, പൊതുമേഖലാ വ്യവസായം, ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തൊഴിലാളികൾ, തുറമുഖ തൊഴിലാളികൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, തോട്ടം മേഖല, ഇലക്ട്രിസിറ്റി, പ്രതിരോധ മേഖലയിലെ തൊഴിലാളികൾ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവരും പണിമുടക്കിന്റെ ഭാഗമാകും. KSRTCയിലെ ജീവനക്കാരും പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത. PSC നാളെ നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷകളും 21-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി സ്കൂളുകളും അടഞ്ഞുകിടക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ഉറപ്പുവരുത്തണം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്നാണ് പണിമുടക്കിന്റെ പ്രധാന മുദ്രാവാക്യം. ഇതിനു പുറമെ ഇന്ത്യയുടെ ആണവരംഗം പൂർണ്ണമായും വിദേശ നിക്ഷേപകർക്ക് തുറന്നുകൊടുത്തതു മുതൽ India-US വ്യാപാര കരാർ വരെ പണിമുടക്കിന്റെ മുദ്രാവാക്യങ്ങളിൽ പെട്ടതാണ്. വിത്ത് ബില്ല് പിൻവലിക്കുക, വൈദ്യുതി ഭേദഗതി ബില്ല് പിൻവലിക്കുക, ആണവരംഗത്തെ പുത്തൻ പരിഷ്കാര നയം റദ്ദാക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃപരിഷ്കരണം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പണിമുടക്കിൽ ഉന്നയിക്കുന്നുണ്ട്. CITU, INTUC, AITUC തുടങ്ങി 10ഓളം സംഘടനകൾ പണിമുടക്കിന് നേതൃത്വം നൽകും. ചെറുതും വലുതുമായ മറ്റ് ഇടത് വലത് തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. സർക്കാർ ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കാനാണ് സാധ്യത. അധ്യാപക, അനധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനാൽ കലാലയങ്ങൾ അടഞ്ഞുകിടക്കുകയും പരീക്ഷകൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്യും. സ്വകാര്യ വാഹനങ്ങളുടെ ഗതാഗതത്തിന് തടസ്സമുണ്ടാകില്ല എങ്കിലും സ്വകാര്യ ബസ്, KSRTC, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവർ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ നിരത്തുകൾ ശൂന്യമാകും. ഏതാനും റെയിൽവേ തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി മുടങ്ങില്ല. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങി രാജ്യത്തെ 3 പ്രമുഖ ബാങ്കിംഗ് തൊഴിലാളി സംഘടനകളും പണിമുടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കില്ല എങ്കിലും ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല എന്നും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നു.
ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെയും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്ന് NGO സംഘ് പോലുള്ള BJP അനുകൂല സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്കാണ് ഇതെന്ന് NGO സംഘ് ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്കിനേക്കാൾ വ്യാപക ഇമ്പാക്റ്റ് ആയിരിക്കും ഫെബ്രുവരി 12 നാളത്തെ ദേശീയ പണിമുടക്കെന്നാണ് AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ അറിയിച്ചിരിക്കുന്നത്. അന്ന് ജൂലൈയിലെ പണിമുടക്കിൽ 25 കോടി തൊഴിലാളികളാണ് പങ്കെടുത്തത് എങ്കിൽ നാളത്തെ പണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് അമർജിത് കൗർ പറഞ്ഞു. രാജ്യത്താകമാനം 600 ജില്ലകളെ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കും. കഴിഞ്ഞ പണിമുടക്ക് 550 ജില്ലകളെ ബാധിച്ചിരുന്നു. ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ വൻ ഒരുക്കങ്ങളാണ് പണിമുടക്കിനായി തൊഴിലാളി സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന ഒഡീഷ, അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും പണിമുടക്കിന്റെ ഭാഗമായി അടഞ്ഞു കിടക്കുമെന്നാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്.